ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ലൈഫ് ആഫ്റ്റർ മൈ പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസിക്ക് ശേഷമുള്ള എൻ്റെ ലൈഫാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതിൽ പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കാര്യങ്ങളൊന്നും, അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെയല്ല ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഞാൻ ഡയബറ്റിക്കാണ്, അതായത് എനിക്ക് പ്രഗ്നൻസിയിലാണ് ഷുഗർ വരുന്നത്. പ്രഗ്നൻസിയിൽ 5-ാം മാസത്തിൽ GTT ടെസ്റ്റ്, അതായത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്ത ടൈമിലാണ് എനിക്ക് ഡയബറ്റിക് ഉണ്ടെന്ന് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അത് പൊതുവെ എല്ലാവർക്കും വരുന്നതാണെന്നാണ് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ സിസ്റ്റർ ഇൻ ലോയ്ക്കും ഉണ്ടായിട്ടുണ്ട് ഈ പ്രഗ്നൻസിയിൽ. അപ്പോൾ എല്ലാവർക്കും ചേച്ചിക്ക് പ്രഗ്നൻസി കഴിഞ്ഞ ഉടനെ, ഡെലിവറി കഴിഞ്ഞ ഉടനെ പോവുകയും ചെയ്തു. ഓക്കെ, ഞാനും വിചാരിച്ചു എനിക്കും പോവുമായിരിക്കും. എന്നോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഡോക്ടർമാരും എൻ്റെ ഫാമിലി എല്ലാവരും. എനിക്കറിയാവുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെയും ഡെലിവറി കഴിയുമ്പോൾ പോകും, ഒരു 4-5 മാസം കൂടി സഹിച്ചാൽ മതിയല്ലോ ഇങ്ങനെ ഷുഗറിൻ്റെന്ന്. അന്ന് ഞാൻ ഇൻസുലിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, മെഡിസിനല്ല. കാരണം വെച്ചാൽ കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഹൈ ലെവൽ ഷുഗറിലായിരുന്നു, ഷുഗർ ഹൈ ലെവലിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ സേഫ്റ്റിയാണല്ലോ നമുക്ക് ആ ടൈമിൽ ഇമ്പോർട്ടൻറ്റ്, കുട്ടിയുടെ സേഫ്റ്റിയും എൻ്റെ സേഫ്റ്റിയും. ഓക്കെ, ആ ടൈമിൽ കുട്ടിയുടെ സേഫ്റ്റിയും എൻ്റെ സേഫ്റ്റിക്കും കൺസിഡർ ചെയ്തിട്ട് ഡോക്ടർ എനിക്ക് ഇൻസുലിനാണ് സജസ്റ്റ് ചെയ്തതെന്ന്. കുറേ അഡ്മിറ്റാവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ നമ്മൾ ഫുഡൊന്നും കഴിക്കില്ലല്ലോ, ഒരു എത്ര മണിക്കൂർ. ആ ടൈമിൽ ചെക്ക് ചെയ്തപ്പോൾ 52. അപ്പോൾ ഓക്കെ, പോയി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇല്ല, പിറ്റേ ദിവസവും ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട് ഷുഗർ ഇട്ട്. പൊതുവേ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയ്ക്കും അമ്മമ്മ അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള ഇതിന് പാരമ്പര്യമായിട്ടുള്ള ഫാക്ടറും ഉൾപ്പെടുമല്ലോ. പാരമ്പര്യമായിട്ടുള്ള ഫാക്ടറും ഉണ്ട്, നമ്മുടെ ഫുഡ്, അതായത് ലൈഫ് സ്റ്റൈൽ. എൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ബേസിക്കലി ഐ എം എ ഫുഡി. എനിക്ക് ഫുഡ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിൻ്റെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ കമഴ്ന്നടിച്ച് വിടാറുണ്ട്. അങ്ങനെയുള്ള എനിക്കിത് വന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 2022 എൻ്റെ പ്രഗ്നൻസി ഉണ്ടായിരുന്നത്. 2022 കഴിഞ്ഞു, 23 കഴിഞ്ഞു, 24 കഴിഞ്ഞു, 25 കഴിഞ്ഞു, 26 ആവാൻ പോകുന്നു. 26 ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതുവരെ ഞാൻ ഇതൊന്ന് റിക്കവർ ആയിട്ടില്ല. ഇപ്പോഴും ഡയബറ്റിക്കാണ്, ഇപ്പോഴും മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസുലിൻ പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മാറ്റിപ്പോൾ മെഡിസിനിലേക്ക് ഇതായി. പക്ഷേ ഡയറ്റും വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലായിരുന്നു. അറിയാം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. 3 വർഷമായല്ലോ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് ഇതൊന്ന് റിക്കവർ ആവുക. കാരണം ഇത് ടൈപ്പ് 2 ഡയബറ്റിക്കും, അതായത് ടൈപ്പ് 1 ആണെങ്കിലാണ് നമുക്കിതിന്ന് ഒരു മോചനം കാര്യങ്ങളും റിക്കവർ ആവാനൊക്കെ പണി. പക്ഷെ ടൈപ്പ് 2 ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ടൈപ്പ് 2 നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ തന്നെ, ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയാൽ തന്നെ നമുക്ക് റിക്കവർ ആവാം. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ പറ്റാറില്ല, സാധിക്കാറില്ല എനിക്ക്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഫുഡി. കണ്ടല്ലോ എൻ്റെ മുഖമൊക്കെ, ഇതാണ് അവസ്ഥ. ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് പറ്റാറില്ല. അതന്നെ പറ്റാറില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ന്യായീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം ഞാനിനിയിപ്പോൾ ഒരു 2026 ആണല്ലോ, ഈ 2026 എൻ്റെ ഈ ഒരു ഡയബറ്റിക് ആണെന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഡിസീസ് എൻ്റെ ലൈഫിൽ നിന്നൊന്ന് എടുത്ത് കളയണം. അതിന് ഞാൻ ഡോക്ടറെ കാണിച്ച ടൈമിൽ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊരു 10% മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അതായത് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് മരുന്ന് എഴുതുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്. 90% നിങ്ങളുടെ കയ്യിലും 10%, അതായത് മരുന്ന് പ്രിഫർ ചെയ്യാന്നുള്ള, നിങ്ങൾക്ക് വേണ്ട മരുന്ന്, നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് മാത്രമേ അവർക്ക് പറഞ്ഞിട്ടുള്ള ജോലിയുള്ളൂ.
ബാക്കി 90% അതായത് ഡയറ്റും നമ്മുടെ വർക്കൗട്ടും ഇത് രണ്ടും ആണ് ഇതിന് മെയിൻ വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയതിൽ വർക്കൗട്ട് ഓക്കെ, എനിക്ക് വർക്കൗട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പോകാറുണ്ട്, ഡെയിലി വർക്കൗട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഡയറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പറ്റാത്തത്. ഒരുപാട് തവണ ഞാൻ വിചാരിക്കും ഓക്കെ ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം തൊട്ടിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, കുറച്ച് കാലം മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ പിന്നെയും ഡ്രോപ്പ് ആവും. മെയിൻലി ഇത് എന്താ പറയുക, ഈ ഷുഗറിൽ ഓവർകം ചെയ്യണം, ഈ ഡയബറ്റിക് ഒന്ന് ഒഴിവാക്കണം എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. മെയിൻലി 2 റീസൺ. ഒന്നാമത് നമ്മുടെ ഹെൽത്ത്. ഓക്കെ, ഹെൽത്താണല്ലോ ഇമ്പോർട്ടൻ്റ്. അത് മനസ്സിലുണ്ട്, പക്ഷെ ചെയ്തു വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അതെന്തായാലും ഞാനിപ്പോൾ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തത് നമ്മളോട് ഇങ്ങനെ നമ്മുടെ കൺസേണിൻ്റെ പുറത്താവും ചിലപ്പോൾ അവർ ചോദിക്കുന്നത്. പക്ഷെ നമുക്കത് എന്തോ പോലെയാവില്ലേ ചോദ്യം കേൾക്കുമ്പോൾ. ഇപ്പോഴും ഷുഗർ ഉണ്ടോ, എങ്ങനെയുണ്ട്, നീ ഇപ്പോഴും മെഡിസിൻ എടുക്കുന്നുണ്ടോ, ചെറിയ പ്രായമല്ലേ, അയ്യോ, അവരങ്ങനെ ഒരു സഹതാപവും കൺസേണൊക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ ഒന്നാമത്തെ ഷുഗർ വന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് അവർ കൺസേണും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഓക്വേർഡ് ഫീലിംഗ് ആണ്. കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു കാര്യമാണത്, അങ്ങനെ മറ്റൊരാൾ എന്നോട് ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു 12 വീക്സ്, അതായത് നമ്മൾ 3 മാസം കൂടുമ്പോഴാണല്ലോ HbA1c ടെസ്റ്റ് ചെയ്യുന്നത്. 3 മാസത്തെ ഷുഗർ ലെവൽ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഡോക്ടർ മരുന്ന് മാറ്റിത്തരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ 3 മാസം ഞാൻ എൻ്റെ ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഒന്നും കൂടി പൊടി തട്ടിയെടുക്കണം, നല്ലപോലെ കംപ്ലീറ്റ്ലി അതിന് ഫോക്കസ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഞാനൊരു ചലഞ്ചായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഡയബറ്റിക് റിവേഴ്സ് ചലഞ്ച്. അപ്പോൾ ഞാനതെൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാവും. ഓരോ വീക്കിൽ ഞാൻ കഴിച്ച ഫുഡ്, വർക്കൗട്ട് കാര്യങ്ങൾ, എൻ്റെ വെയിറ്റ് ലോസിൻ്റെ, ഇതിൻ്റെ കൂടെ വെയിറ്റ് എന്തായാലും കുറയും, അതെനിക്കറിയാം. കാരണം വെച്ചാൽ നമ്മൾ ഷുഗർ, പഞ്ചസാര നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. അത് അത്രയും നല്ലതാണ്, നമുക്കൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ ഒഴിവാക്കിയാൽ അത് അത്രയും നല്ല കാര്യമാണ്. ഞാനത് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. അത് മാത്രമല്ല, ഇതിൽ ഫ്രൈഡ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് എൻ്റെ ഒരു ചലഞ്ച് പോലെ ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ടെന്ന്. ഡയബറ്റിക് റിവേഴ്സ് ചലഞ്ച് 12 വീക്സ് ചലഞ്ചായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഇത് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.